നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി 117 പോയിന്റുകൾ ഉയർന്ന 25,571 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വിപണിയുടെ ഗതി നിശ്ചയിക്കാൻ പോകുന്ന 8 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. പ്രസിഡന്റ് ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപകമായ താരിഫുകളിൽ അമേരിക്കൻ സുപ്രീം കോടതി റദ്ദാക്കി എന്നത് വിപണിക്ക് വലിയ ആശ്വാസം തന്നെയാണ് നൽകിയത്. എന്നാൽ ഈ ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല. കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 10% താരിഫ് ഏർപ്പെടുത്തുന്ന പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് പിന്നീട് 15% ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആഗോള വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 25% റെസിപ്രോക്കൽ ടാക്സിന് പകരം ഇപ്പോൾ 10% താരിഫ് മാത്രമായിരിക്കും ബാധകമാകാൻ സാധ്യതയുള്ളതെന്നതാണ്. ഫെബ്രുവരി 24 മുതൽക്കാണ് ഇത് പ്രാബല്യത്തിൽ വരിക. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമാണ് ഇത് നൽകുന്നത്. പ്രത്യേകിച്ച് IT, ഫാർമ, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇത് വലിയ നേട്ടമുണ്ടാക്കും. രണ്ടാമത്തെ ഘടകം US-ഇറാൻ സംഘർഷം തന്നെയാണ്. ഇറാനുമായുള്ള ബന്ധം വഷളാകുന്നത് ആഗോള ഓഹരി വിപണികളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായ വലിയ തകർച്ചയ്ക്ക് ഒരു കാരണം ഇതുതന്നെയായിരുന്നു. ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും മെഡിറ്ററേനിയൻ കടലിലേക്ക് US വിമാനവാഹിനി കപ്പൽ എത്തിയതും സ്ഥിതി സങ്കീർണമാക്കിയിരുന്നു. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ക്രൂഡ് ഓയിൽ വിലയാണ്. ഇറാൻ സംഘർഷം മുറുകിയ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കാം. നിലവിൽ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $71.76 എന്ന നിലയിലാണ് തുടരുന്നത്. നാലാമത്തെ കാര്യം വിദേശ നിക്ഷേപകരുടെ നീക്കങ്ങളാണ്. ഫെബ്രുവരിയിൽ ഇതുവരെ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ പോസിറ്റീവ് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ 934 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. അതേസമയം ആഭ്യന്തര നിക്ഷേപകർ 2637 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി വിപണിയെ താങ്ങി നിർത്തുന്നുണ്ട്. അഞ്ചാമതായി ഈ ആഴ്ച പ്രൈമറി മാർക്കറ്റ് വളരെ സജീവമാണ് എന്നതാണ്. ഏകദേശം 4300 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് ക്ലീൻമാക്സ് എൻവിറോ ഉൾപ്പെടെ 3 പ്രധാന IPOകളും 6 SME IPOകളും ഈ ആഴ്ച വിപണിയിലെത്തുന്നുണ്ട്. ആറാമതായി വരുന്നത് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ തന്നെയാണ്. നിഫ്റ്റിക്ക് നിലവിൽ 25,650 എന്ന നിലവാരത്തിൽ വലിയ തടസ്സങ്ങൾ അഥവാ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട്. വിപണിയിലെ ചാഞ്ചാട്ടം സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് ഉയർന്നു തന്നെ നിൽക്കുന്നത് നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന സൂചനയാണ് നൽകുന്നത്. ഏഴാമത്തെ ഘടകം അമേരിക്കൻ വിപണിയുടെ പ്രകടനം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നേട്ടത്തിലാണ് US വിപണി അവസാനിച്ചതെങ്കിലും ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനങ്ങൾ തിങ്കളാഴ്ചത്തെ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. എട്ടാമതായി ഫെബ്രുവരി മാസത്തിലെ വിപണിയുടെ പൊതുവായ സ്വഭാവം കൂടി പരിഗണിക്കുമ്പോൾ ഈ ആഴ്ച വിപണിയിൽ വലിയ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ ട്രംപിന്റെ നീക്കങ്ങളും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ഈ ആഴ്ച നിക്ഷേപങ്ങൾ നടത്താൻ. ഇനി അനലിസ്റ്റുകളുടെ വ്യൂ കൂടി നോക്കാം. LKP സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് പറയുന്നത് വെള്ളിയാഴ്ച വിപണി നേട്ടത്തിൽ അവസാനിച്ചെങ്കിലും നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ 21 EMA നിലവാരത്തിൽ കടുത്ത റെസിസ്റ്റൻസ് നേരിട്ടിട്ടുണ്ട് എന്നാണ്. RSI ഇപ്പോഴും ഒരു ബെയറിഷ് ക്രോസ് ഓവറിൽ തുടരുന്നത് വിപണിയുടെ പോക്ക് അല്പം ദുർബലമാണ് എന്ന സൂചനയാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ വിക്സ് ഉയർന്നു തന്നെ നിൽക്കുന്നത് നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. നിഫ്റ്റി 25,300-നും 25,800-നും ഇടയിലുള്ള റേഞ്ചിലായിരിക്കും നീങ്ങാൻ സാധ്യതയുള്ളത്. വിപണിക്ക് പെട്ടെന്നുള്ള ഒരു സപ്പോർട്ട് 25,500 നിലവാരത്തിലും റെസിസ്റ്റൻസ് 25,650 നിലവാരത്തിലുമാണ് കാണപ്പെടുന്നത്. എൻറിച്ച് മണിയുടെ CEO പൊന്മുടിയാർ പറയുന്നത് നിഫ്റ്റി 50 നിലവിൽ 25,400, 25,500 മേഖലയിൽ നിന്ന് തിരിച്ചുയർന്നിരിക്കുകയാണ് എന്നാണ്. വിപണിയിലെ തകർച്ചയുടെ ആക്കം കുറഞ്ഞതും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചതും കാരണം പ്രധാന മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായി ഏകദേശം 25,721-ലും 100 EMA 25,650-അടുത്തും ആയിട്ട് തന്നെയാണ് വിപണി അതിന്റെ അടിത്തറ പാകിയിരിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള റൈസിംഗ് ചാനലിനുള്ളിൽ തന്നെയാണ് ഇൻഡെക്സ് ഇപ്പോഴും തുടരുന്നത് എന്ന് ഇത് സൂചിപ്പിക്കുന്നത്. വിപണിയിൽ അടുത്തിടെയുണ്ടായ ഇടിവൊരു തിരുത്തൽ മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. നിലവിൽ വിപണിക്ക് 25,500, 25,600 നിലവാരത്തിൽ പെട്ടെന്നുള്ള ഒരു സപ്പോർട്ടുണ്ട്. എന്നാൽ ഈ നിലവാരത്തിന് താഴേക്ക് പോവുകയാണെങ്കിൽ 25,300, 25,000 വരെ താഴാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വിപണിയിൽ ഉണർവിന്റെ ആദ്യ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും മുകളിലേക്ക് കയറുന്നതിന് 25,700, 25,900 മേഖലകളിൽ റെസിസ്റ്റൻസ് നേരിടാം. വിപണി 26,000, 26,100 നിലവാരത്തിൽ
നിലവാരത്തിന് മുകളിൽ സ്ഥിരത കൈവരിച്ചാൽ പുതിയ വാങ്ങലുകൾ ഉണ്ടാവുകയും വിപണി കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും. ഡെറിവേറ്റീവ് ഡാറ്റ പരിശോധിക്കുമ്പോൾ വിപണി ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിൽക്കാനാണ് സാധ്യതയെങ്കിലും ചെറിയൊരു പോസിറ്റീവ് സൂചനയുണ്ട്. 25,500 നിലവാരത്തിലുള്ള ശക്തമായ പുട്ട് റൈറ്റിംഗ് വിപണിക്ക് താങ്ങാവുന്നുണ്ട്. അതേസമയം ഉയർന്ന നിലവാരത്തിലുള്ള കോൾ വിപണിയെ പെട്ടെന്ന് കുതിച്ചുയരുന്നതിന് തടയുകയും ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച US വിപണികൾ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മാത്രമല്ല ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവ് സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഏത് രീതിയിലുള്ള പ്രതികരണമാണ് വിപണി കാഴ്ചവെക്കുക എന്നത് ജാഗ്രതയോടെ തന്നെ വീക്ഷിക്കുക. Yeah.